ലോകത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയുടെ 17% പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള വൃക്ക തകരാറുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. മുമ്പ് പ്രായമായവരിലായിരുന്നു വൃക്കരോഗങ്ങൾ കൂടുതലായി കണ്ടിരുന്നതെങ്കിൽ ഇന്ന് 15 മുതൽ 20 വയസ്സ് വരെയുള്ളവരിലും ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഭോപ്പാൽ എയിംസിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ കേതൻ മെഹ്റയുടെ അഭിപ്രായത്തിൽ യുവാക്കളിൽ വൃക്ക തകരാറിലാകാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതായത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ വൃക്കകളെ ആക്രമിക്കുന്ന അവസ്ഥ. അടുത്തത് ക്രിപ്റ്റോജനിക് അവസ്ഥ. പലപ്പോഴും രോഗത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. തലവേദന, കാലിലെ വീക്കം, മങ്ങിയ കാഴ്ച തുടങ്ങിയ ലക്ഷണങ്ങളെ യുവാക്കൾ അവഗണിക്കുന്നത് രോഗം ഗുരുതരമാകാൻ കാരണമാകുന്നു. സ്വയം ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ വൃക്കകളുടെ പ്രധാന ശത്രുവാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്ഥിരമായി വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് വൃക്കകളെ നേരിട്ട് ബാധിക്കുന്നു. പാരസെറ്റമോൾ താരതമ്യേന സുരക്ഷിതമാണെങ്കിലും മറ്റു കഠിനമായ മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നത് അപകടകരമാണ്. വൃക്കയുടെ ആരോഗ്യം തിരിച്ചറിയാൻ മൂത്രത്തിന്റെ നിറവും അളവും ശ്രദ്ധിച്ചാൽ മതിയാകും. മുമ്പത്തേക്കാൾ കുറഞ്ഞ അളവിൽ മൂത്രം ഒഴിക്കുന്നത് വൃക്ക തകരാറിന്റെ ലക്ഷണമാകാം. മൂത്രത്തിന് ഇരുണ്ട നിറം, കോളയുടെ നിറം അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയുടെ നിറം എന്നിവ കാണുകയാണെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. മൂത്രത്തിൽ അമിതമായി നുര കാണപ്പെടുന്നത് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതിന്റെ സൂചനയാകാം. കൂടാതെ മുഖത്തും കാലുകളിലും ഉണ്ടാകുന്ന വീക്കം വൃക്കകൾക്ക് ദ്രാവകം ശരിയായി പുറന്തള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. വൃക്കകൾക്ക് 50% വരെ കേടുപാടുകൾ സംഭവിച്ചാലും പലപ്പോഴും പുറമെ ലക്ഷണങ്ങൾ കണ്ടെന്നു വരില്ല. അതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഈ പറയുന്ന പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ്. ആദ്യത്തേത് KFT അല്ലെങ്കിൽ RFT. ഇതിൽ സെറം യൂറിയ, സെറം ക്രിയാറ്റിൻ എന്നിവയുടെ അളവ് പരിശോധിക്കുന്നു. പിന്നെ ഇലക്ട്രോലൈറ്റുകൾ, സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ നില അറിയാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രോലൈറ്റ് പരിശോധന നടത്തുന്നത്. പ്രോട്ടീൻ സാന്നിധ്യം കണ്ടെത്താനുള്ള മൂത്ര പരിശോധനയും ഇടയ്ക്ക് നടത്തണം. ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കുന്നതിനൊപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്.